അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. ഇന്ന് നമുക്ക് നമ്മുടെ മധുരം പഠനം ക്ലാസ്സിൽ ഷബീർ സെഞ്ചുറി തേവലക്കര, അൽഹംദുലില്ലാ, ഞങ്ങൾ വളരെ കാലത്ത് പരിചയമുണ്ട്. ഇപ്പോൾ ഞാനിവിടെ വരാൻ കാരണം ഇദ്ദേഹം എന്നെ വിളിച്ചതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിലൂടെ ഒരു പാട്ട് കേട്ടതാണ്. പ്രത്യേകിച്ച് ഒരു മദ്രസ കുട്ടികൾക്ക് ക്ലാസ് എടുത്തായിരുന്നു. ഈ അയൽവാസികളുമായുള്ള ബന്ധം ആ വീഡിയോ കണ്ടപ്പോഴാണ് ഷബീർ എനിക്ക് അതിനകത്ത് കമൻറ്റ് വിട്ട് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇങ്ങനെ നമുക്കൊരു പരിചയപ്പെടുത്തണം എന്നൊരു വീഡിയോ പിടിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ എത്തിയതാണ് ഇവിടെ. അപ്പോൾ അൽഹംദുലില്ലാ ഷബീറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. കാരണം ഷബീർ എന്ന് പറഞ്ഞാൽ ഇവിടെ പല മേഖലകളിലും നിൽക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തനവും, പിന്നെ ഈ എനിക്കറിയാവുന്ന സെഞ്ചുറി എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട്. ഈ ഗ്രാമപ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനമാണത്. അതേപോലെ ഇവിടെ പല കലാകായിക മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്. വലിയ പരിപാടികൾ പലതും നടത്താറുണ്ട്. പ്രത്യേകിച്ച് എം പിമാരെയൊക്കെ വെച്ച് പല പരിപാടികളും ഷബീറിൻ്റെ നേതൃത്വത്തിൽ നടത്താറുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ ഷബീറിനെ ഒന്ന് പരിചയപ്പെടാം. ഷബീറെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അസ്സലാമു അലൈക്കും. വലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഉസ്താദിനെ വന്ന് വിളിച്ചെന്ന് പറഞ്ഞാല് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഉസ്താദ് ഇങ്ങനെ മദ്രസ കുട്ടികൾക്കുള്ള ക്ലാസ് എടുപ്പാണെങ്കിൽ പോലും അതിനകത്ത് കുട്ടികളായി മദ്രസയിലെ അതേ പ്രായത്തിൽ തന്നെ അയൽവാസികളോട് എങ്ങനെ പെരുമാറണമെന്നും നമ്മുടെ മറ്റ് മതത്തിൽപ്പെട്ട അയൽവാസികളോട് എങ്ങനെ പെരുമാറണമെന്നും ഒക്കെ നല്ല രീതിയിൽ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാനപ്പോൾ ആലോചിച്ച്, ഇതൊക്കെ മദ്രസകളിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഈ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്ന അതൊരു പ്രയോജനമാണ് അത് കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ. അത് കാരണം എല്ലാ മതസ്ഥർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ഞാനത് കണ്ടത്. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അതെ, അതെന്ന് പറയാ എല്ലാ മദ്രസയിലും പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ചെവിയിൽ എത്തുന്നില്ല എന്നുള്ളേ ഉള്ളൂ. കാരണം ഇന്നത്തെ കാലത്ത് മദ്രസയുടെ കാരണം എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ സമയത്തിനുള്ളിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. കാരണം കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. ധാർമ്മിക മൂല്യങ്ങളാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത്. എല്ലാ മദ്രസകളും ഉസ്താദുമാരും അതേപോലെ മദ്രസ മാനേജ്മെന്റ് ഒക്കെ വളരെ ത്യാഗം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉദ്ദേശിച്ച ഫലം എത്തുന്നില്ല. അപ്പൊ ഷബീർ കേട്ട പാട്ട് ഏതാണ്? ഇതായിരിക്കും ഞാൻ അയൽവാസികളെ പറ്റിയുള്ള ഒരു പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഒന്ന് പലരും എന്റെ അടുത്തും ചോദിച്ചത് ഞാൻ ഇപ്പൊ പറഞ്ഞു കൊടുത്തത്. അതായത് ആ പാട്ട് ഇതാണ്: അയൽവാസികളെ കണ്ടില്ലേ, അവരെ ദ്രോഹം ചെയ്യല്ലേ, ഹിന്ദു മുസൽമാൻ ആരായാലും സ്നേഹം വേണം അറിയില്ലേ, വേണ്ട സഹായം ചെയ്യണം, ചെയ്താൽ ഗുണമാണ് അറിയണം, ഉള്ളവരെന്നും ഇല്ലാത്തവരെ ഓർക്കണമെന്നും അറിയണം, എല്ലാം കാണും റബ്ബല്ലേ, നമുക്ക് വേണ്ടത് തന്നില്ലേ, അവനുടെ മുന്നിൽ ഒരു നാൾ നമ്മൾ എത്തണമെന്നും അറിയില്ലേ. അപ്പൊ ഇങ്ങനെ ഈ പാട്ടില് ഇതേപോലെ പാട്ടുകൾ വേറെയും ധാരാളം പാട്ടുകളുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരു പാട്ടാണ് നമ്മുടെ ഒറ്റപ്പിതാവിന്റെ മക്കളല്ലേ പാരിതിൽ പാർക്കും മനുഷ്യരെല്ലാം, എന്നിട്ടും ചിന്തുന്നു ചോര നീളേ, ബന്ധങ്ങളെല്ലാം മറന്നു പോയി, കൊല്ലും കൊലയും നടത്തി നീങ്ങാൻ ഇന്നില്ല മർത്യന് കയ്യറപ്പ്, വിദ്യയും ശാസ്ത്രവും ഒത്തുകൂടി വാഴുന്ന ലോകം ഇന്നെന്ത് നേടി. കാരണം ഈ ധാർമ്മിക മൂല്യങ്ങളില്ലാത്ത പുതിയ തലമുറയാണ് വളർന്നു വരുന്നത്. കാരണം പരസ്പരം എന്താണ്, സ്വന്തം കുടുംബത്തെ പോലും തിരിച്ചറിയാത്ത ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ വളരുന്ന മക്കളാണെന്നുള്ളത്. അപ്പൊ അവർക്കൊക്കെ എന്ന് പറയാൻ നിങ്ങളെ ഈ പറഞ്ഞല്ലോ, നിങ്ങളെ ഈ സംഘടനാ പ്രവർത്തനവും ഈ സാമൂഹിക പ്രവർത്തനവും ഒക്കെ അതിലേക്ക് തിരിച്ചു വിടണം. കാരണം എന്താ, കുട്ടികൾക്ക് ധാർമ്മിക മൂല്യങ്ങൾ കൊടുക്കണം. നമ്മൾ തന്നെ ഞാൻ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ ബുദ്ധിയിലും അറിവ് നേടുന്നതിലൊക്കെ മുന്നിലാണ്. അതുകൊണ്ട് ഉന്നത വിജയങ്ങൾ നേടും. പക്ഷെ ഒരു കാര്യം കുറവുണ്ട് ഈ കുട്ടികൾക്ക്, ഈ പുതിയ തലമുറയ്ക്ക്. എന്താന്ന് വെച്ചാൽ, അത് അറബി പറഞ്ഞ അദബെന്ന് പറയും. അദബെന്ന് പറഞ്ഞാൽ മര്യാദ. ഏറ്റവും കൂടുതൽ മര്യാദ എന്ന് പറയുന്നെങ്കിൽ തന്നെയും അതിനകത്ത് ഒരുപാട് അർത്ഥവ്യാപ്തിയുള്ള വാക്കാണ്. എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക. ആരെ ബഹുമാനിക്കുക? മാതാപിതാക്കളെ ബഹുമാനിക്കുക, അധ്യാപകരെ ബഹുമാനിക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക. അപ്പൊ അതൊക്കെ നമ്മുടെ കുട്ടികളുടെ മനസ്സിലിട്ടുകൊണ്ട് ആ രീതി കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം. എങ്ങനെ? മാതാപിതാക്കൾ ആരാണ്? പോറ്റി വളർത്തിയതവരാണ്,
ഗുരുനാഥന്മാരാരാണ്? വിദ്യ തരുന്നത് അവരാണ്. മൂത്തവർ വാക്കുകൾ എന്താണ്? മൂത്തുപഴുത്ത ഖനിയാണ്. ബഹുമാനിക്കുക നാം അവരെ ബഹുകേമന്മാരായിടുവാൻ. അപ്പൊ ഇങ്ങനെ കുട്ടികൾക്ക് ആ പ്രായത്തിൽ കൊടുക്കണം. അതായത് വളർന്നു വരുമ്പോൾ, അതായത് കുട്ടി വളർന്നു വന്നിട്ടല്ല ഇതെല്ലാം പഠിപ്പിക്കേണ്ടത്, ചെറുപ്പത്തിലെ വീടുകളിൽ നിന്ന് കൊടുക്കണം. നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം? ചെറിയ ധാർമ്മിക മൂല്യങ്ങൾ കൊടുക്കണം. അപ്പൊ അതിന് ഓരോന്നൊരു പ്രായമുണ്ട്. ആ പ്രായത്തിൽ തന്നെ കൊടുക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടിക്ക് 3 വയസ്സ് വരെ ആരാ ശരി? സ്വന്തം മാതാവാ ശരി. അവന് അപ്പുറത്തോട്ട് വേറെ ശരി ഇല്ല. അവനില്ല. 4 വയസ്സ് മുതൽ 7 വയസ്സ് വരെ ശരിയാരാ? ആ കുട്ടിക്ക് അവനെ പഠിപ്പിക്കുന്ന അധ്യാപകയാണ്. അതായത് LKG ടീച്ചർ അല്ലെങ്കിൽ മദ്രസയിൽ ഉസ്താദ്. ഉദാഹരണം, ആ കുട്ടിക്ക് ശരി എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ചെറിയ ഉദാഹരണം പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് ടീച്ചർ ഒരു വാക്കെഴുതി കൊടുത്തപ്പോൾ കാണാൻ ടീച്ചർക്കൊരു തെറ്റുപറ്റി. ആപ്പിളെന്ന് എഴുതുമ്പോൾ APPLE എന്ന് വേണം, 2 P വേണം. പക്ഷേ ടീച്ചർക്ക് ഒരു P എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ വന്നിരുന്ന് APLE എന്ന് ഒരു PA വായിക്കുന്നുള്ളൂ. അപ്പോഴാണ് വിദ്യാഭ്യാസമുള്ള ഉമ്മ ഇറങ്ങി വന്നിട്ട് പറയും, മോനെ 2 P ഉണ്ട് അതിനകത്തെന്ന് പറയും. അപ്പൊ അവൻ പറയുന്നൊരു മറുപടി ഉണ്ട്, ഉമ്മാക്ക് എന്തറിയാ? എന്റെ ടീച്ചർ പറഞ്ഞാന്ന് പറയും. ഉമ്മാക്ക് എന്തറിയാന്ന് അവൻ ചോദിക്കും. അന്ന് പറഞ്ഞ എന്താ? അവന് ശരിയാരാ? ടീച്ചറാണ്. അപ്പൊ മദ്രസയിൽ തന്നെ ആരാണ്? ഉസ്താദാണ്. മനസ്സിലായോ? അപ്പൊ ഇന്ന് ഈ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ഓരോ ശരിയുള്ള സമയത്ത് ആ ശരിയുള്ള ഭാഗത്തിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഉമ്മ തന്നെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഒരു കുഞ്ഞിന് മുല കൊടുക്കുമ്പോൾ തന്നെ കുറേ സുന്നത്തുകളുണ്ട് ആ കുട്ടിക്ക്. അതിനകത്തുനിന്ന് കുറെ അദബുകൾ പഠിക്കാനുണ്ട്. അതായത് കുട്ടിക്ക് മുല കൊടുക്കുകയാണെങ്കിൽ തന്നെ ആദ്യമായി ഒളു എടുത്തോട് കൊടുക്കണമെന്നാ, ഇരുന്ന് കൊടുക്കണമെന്നാ, വലതുനിന്ന് കൊടുക്കണമെന്നാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ആര് കേൾക്കണം? കുട്ടി കേൾക്കണം. അവസാനം കുടിച്ചു കഴിയുമ്പോഴേ, അല്ല അവസാനം കുട്ടി നിർത്തുമ്പോഴേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയും വേണം. ഇത് ആര് കേൾക്കണം? കുട്ടി കേൾക്കണം. ആ കുട്ടിയെ. അപ്പൊ അതാണ് അദബ്. എപ്പൊ എവിടുന്ന് തുടങ്ങി അദബ്? മുല കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഉസ്താദ് പറയുന്നതിൽ നിന്നായിരിക്കും മറ്റുള്ളവർ അറിയുന്നത്. അല്ല ഇത് തന്നെ അല്ല, ഇങ്ങനെ ഓരോരുത്തരും ഉസ്താദ്മാരൊക്കെ പറയുന്ന ഒരുപാട് അറിവുകളുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കണം. അപ്പൊ ഇങ്ങനെയുള്ള അറിവുകൾ കേൾക്കുമ്പോഴാണ് ആ കുഞ്ഞ് എന്തായി മാറി. പിന്നെ ആ കുട്ടി എഴുന്നേക്കുമ്പം അൽഹംദുലില്ലാ ഉമ്മ പറയുന്നു, ബാപ്പ പറയുന്നു. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? ഉണർന്ന ഉടനെ എന്ത് പറയും? അൽഹംദുലില്ലാ. ഒരു അതബല്ലി അത്. അതൊക്കെ ഒരു മര്യാദ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉമ്മയും വാപ്പയും ഒളു ചെയ്യുന്ന ആര് കാണുന്നു? ഈ കുട്ടി കാണുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ കുട്ടി പഠിക്കുന്നു. അപ്പൊ ഈ കുട്ടി എല്ലാം വീക്ഷിക്കും നമ്മുടെ. മനസ്സിലായത്? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 വയസ്സ് വരെ ഉമ്മയാണ് ശരി. 4 വയസ്സ് മുതൽ 7 വയസ്സ് വരെ ശരിയാരാ? ഉസ്താദ് ടീച്ചറുമാണ്. 8 വയസ്സ് മുതൽ ആ കുട്ടിക്ക് 13 വയസ്സ് വരെ ശരിയാരാന്ന് വെച്ചാൽ കൂട്ടുകാരും കൂട്ടുകാരികളുമാണ്. അപ്പൊ ആ നമ്മുടെ കുട്ടിയെ അവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കുന്നത്. നമ്മുടെ കുട്ടിയെ വിടുമ്പോൾ നമ്മൾ ആ കൂട്ടുകാരാരാ നോക്കണം. ആ കൂട്ടുകാരിൽ നിന്നാണ് നന്മയും തിന്മയും പഠിക്കുന്നത്. നന്മ പഠിക്കുന്നതിന് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ആരോഗ്യം ഒരാളിൽ നിന്ന് വേറൊരാളോട്ട് പകരത്തില്ല. പക്ഷെ രോഗം ഒരാളിൽ നിന്ന് എന്ത് ചെയ്യും? പകരും. മനസ്സിലായോ? അപ്പം നമുക്ക് നല്ല കുട്ടിയെ വേണമെങ്കിൽ നല്ല കൂട്ടുകാരെ കണ്ടെത്തണം. അപ്പൊ നല്ല കൂട്ടുകാരെ കണ്ടെത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ നല്ല കുട്ടികളിൽ ഈ നന്മകൾ അവൻ സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വീക്ഷിക്കണം. ഒരു കുട്ടിയെ ചുമ്മാതെ എവിടെയെങ്കിലും സ്കൂളിൽ വിട്ടെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കൂട്ടുകാരായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഈ കൂട്ടുകാരിൽ നിന്നായിരിക്കും ഇത് മോഷണം പഠിക്കുന്നത്, അതേപോലെ ചീത്ത പറയാൻ പഠിക്കുന്നത്, അതേപോലെ പിന്നെ എന്തായാലും എന്തൊക്കെയോ, അതായത് മറ്റുള്ള പുകവലി പഠിക്കുന്നതായാലും മറ്റുള്ള മയക്കുമരുന്നിന്റെ ആയാലും എല്ലാം ഈ കൂട്ടുകാരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. ഒറ്റയ്ക്ക് എടുത്താൽ പോയി ഇതെല്ലാം പഠിക്കണമെന്നില്ല, അറിയത്തില്ല. അപ്പൊ ഇത് കൂട്ടുകാർ. അപ്പൊ ഈ 13 വയസ്സ് വരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതിന് ഞങ്ങളുടെ ഈ ചാനലിൽ കാൻ കരിക്കോട് സാറിന്റെ ഒരു മനഃശാസ്ത്ര ക്ലാസ് ഉണ്ട്. നല്ല ക്ലാസ്സാണിത്. അതൊരുപാട് പഠിക്കാനുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ ഒരുപാട് മനസ്സിലാക്കിയതിന് ശേഷം കണ്ടെത്തിയതും അദ്ദേഹത്തിന് ഇപ്പൊ തന്നെ ഏകദേശം 50ഓളം വീഡിയോ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു കുട്ടിയുടെ 1 വയസ്സ് മുതൽ എന്തെല്ലാം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ആ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ തുടങ്ങിയ വീഡിയോ എന്ന് പറയാൻ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ 2500 വ്യത്യാസങ്ങളുണ്ട്. പുരുഷനും സ്ത്രീയും തമ്മിൽ. ഈ വ്യത്യാസങ്ങൾ അറിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. കാരണം പുരുഷനിലുള്ളത് സ്ത്രീ അറിഞ്ഞിരിക്കണം, സ്ത്രീയിലുള്ള പുരുഷനും അറിഞ്ഞിരിക്കണം.
വ്യത്യാസങ്ങൾ. പരസ്പരം അങ്ങോട്ട് വാങ്ങി അവരുടെ കഴിവുകൾ പരസ്പരം മനസ്സിലാക്കിയ പിന്നെ പ്രശ്നമില്ല. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് എന്ത് ചെയ്ത് പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നത്. മനസ്സിലായി? അപ്പൊ അത് മനസ്സിലാക്കാം. നമുക്ക് കൂടുതൽ നമ്മുടെ അറിവില്ലായ്മയാണ് എല്ലാ പ്രശ്നത്തിന്റെയും തുടക്കം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്നറിയാം, ഒരു കുട്ടിയെ നന്നാക്കണമെങ്കിൽ ചെറുപ്പത്തിൽ തുടങ്ങണം. ഈ 13 വയസ്സ് വരെ ഈ കുട്ടിക്ക് നേരായ മാർഗങ്ങൾ കാണിച്ചു കൊടുത്തില്ല. 14-ാമത്തെ വയസ്സിലാണ് ഉമ്മാക്ക് തോന്നുന്നത് മോനെ ഒന്ന് നിസ്കരിച്ച് അല്ലെ മോളെ നിസ്കരിക്കാൻ പറയുന്നത്. എപ്പോഴാണ്? ഇതുവരെയും അതിന്റെ ആ രീതിയിൽ ആ പാതയിൽ പോയിട്ടില്ല, ഒരു ഉപദേശം കൊടുത്തിട്ടില്ല. അപ്പൊ ഉമ്മാക്ക് തോന്നി. അപ്പൊ ആ കുട്ടിയുടെ വായിന്ന് വരുന്ന വാക്കുകൾ വ്യത്യസ്തമായിരിക്കും. ചിലപ്പോ ഉമ്മ എന്നുള്ള വിളി തന്നെ മാറ്റിക്കളയും. തള്ളേ വേറെ പണിയില്ലെന്ന് ചോദിക്കും. കുട്ടികളെ വിളിക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ ചെറുപ്പത്തിലെ അദബും ഗുരുത്വവും ബഹുമാനവും ആദരവും കാരുണ്യവും ഒക്കെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാ, അല്ല മദ്രസകളിൽ നിന്നല്ല. മദ്രസ എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയ ഒരു മാർഗമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അറിവ് കൊടുക്കേണ്ട എവിടുന്ന? നമ്മുടെ വീട്ടുകളിൽ നിന്ന് കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ അൽഹംദുലില്ലാഹ് ഷബീർ ഇങ്ങനെ വിളിച്ചതിലും സന്തോഷിച്ച് നമ്മൾ കണ്ടുമുട്ടാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ് പടച്ചോനെല്ലാം ഹൈറാക്കട്ടെ. ഷബീറിന് എന്തെങ്കിലും? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നമ്മളിപ്പോ ഇങ്ങനെ വെളിയിലോട്ട് പോകുമ്പോ എല്ലാവരും ഇപ്പൊ ബൈക്കിനകത്ത് പോകുന്നവരായാലും പെട്ടെന്ന് നമ്മളെ കാണുമ്പോ എല്ലാം അസ്സലാമു അലൈക്കും എന്ന് പറയുകയാണ്. അപ്പൊ ഈ അസ്സലാമു അലൈക്കും അങ്ങ് നിരന്തരം ഇങ്ങനെ ആളുകൾ പറഞ്ഞോണ്ടിരിക്കും. അതിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ അവർക്ക്, ഈ പറയുന്നവർക്കോ? അത് വളരെ വളരെ ഗൗരവമുള്ള ഒരു വാക്കാണ് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്. ആ ഗൗരവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അത് ഷബീർ ഇതുവരെയും അത് മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ടാണ് പറയുന്നത്. കാരണം എന്താ അറിയോ? അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ഒരു സലാമാണ്. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയാണത്. അള്ളാഹുവിന്റെ 99 നാമങ്ങളിൽ ഒരു നാമമാണ് സലാം എന്ന് പറയുന്നത്. യാ റഹ്മാനു യാ റഹീമു യാ മലിക്കു യാ ഖുദ്ദൂസു യാ സലാമു. സലാം എന്ന് പറയുന്നില്ല, അള്ളാഹുവിന്റെ രക്ഷ സമാധാനം ഉണ്ടാവട്ടെ എന്ന്. അപ്പൊ നമ്മൾ ഇവിടെ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? സമാധാനം വേണം, ഇല്ലേ? സമാധാനം ഇല്ലാതെ ജീവിതത്തിന് വല്ല കഥയുണ്ടോ? അർത്ഥമുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് ഈ സലാം പറയുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിനക്ക് ഇസ്ലാം രക്ഷയുണ്ടാവട്ടെ. അപ്പൊ കേൾക്കുന്ന ആൾ പറയും നിനക്കും രക്ഷയുണ്ടാവട്ടെ എന്ന്. അപ്പൊ ഇതിന് ഇസ്ലാം വെച്ചേക്കുന്ന ഒരു വലിയൊരു പ്രതിഫലമുണ്ട്. അതായത് സലാം പറയുന്ന 100 പ്രതിഫലമാണ് ഒരു സലാമിന് കിട്ടുന്നത്. രണ്ടുപേരും അസ്സലാമു അലൈക്കും, ഞാൻ ഷബീറിനെ കണ്ട അസ്സലാമു അലൈക്കും പറഞ്ഞു, ഷബീർ ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും സലാം എന്ന് പറഞ്ഞു. ഈ 2 സലാമിനകത്ത് കിട്ടുന്ന 100 പ്രതിഫലത്തെ 90 പറയുന്നാക്കാം. അപ്പൊ സലാം പറയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക. പറയുന്ന ആക്കാകെ 90. മനസ്സിലായി? മടക്കുന്നാക്ക് 10. അപ്പൊ എത്രയായി? 100ആയി. അപ്പൊ 90 10 100ആയില്ലേ? അപ്പൊ ഈ സലാം പറയുന്ന പറഞ്ഞത് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു വാക്കാണ്. കാരണം അള്ളാഹിന്റെ രക്ഷ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് വേറൊരാടും രക്ഷ നമുക്ക് വേണ്ട, ഇല്ല? അള്ളാഹുവിന്റെ രക്ഷ മതി നമുക്ക് ഏറ്റവും കൂടുതൽ. അന്നേരം ഇതിനെപ്പറ്റി അറിവുള്ളവരാണ് കൂടുതലും സലാം പറയുന്നത് തന്നെ. നമുക്ക് അറിഞ്ഞു വെച്ചോണ്ടും പറയാം, അറിയാതെയും പറയാം. പക്ഷെ നമ്മളിപ്പോ പഠിച്ചല്ലോ, മനസ്സിലാക്കിയല്ലോ. അപ്പൊ അസ്സലാം പറയാന്ന് പറയുന്നത് എന്താണ്? ഒരാൾ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ നമ്മൾ അധികമായിട്ട് കൊടുക്കണമെന്നോ? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഇനി ഒരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാലോ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിന് എന്താണ്? 10 20 30. അതായത് സലാം മാത്രം പറയുമ്പോൾ 10 കിട്ടിയെങ്കിൽ പിന്നെ റഹ്മത്തുള്ളാഹ് എന്ന് പറയുമ്പോൾ 20 കിട്ടി, ബറക്കാത്തുഹു എന്ന് പറയും 30 കിട്ടി. അപ്പൊ എന്താ? ഈ സലാം പറയുന്നതിന് വ്യത്യസ്ത ഗ്രേഡുകളുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ സലാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നിസ്കാരത്തിൽ പോലും നമ്മൾ 4 സലാം പറയുന്നുണ്ട്. നിസ്കാരത്തിൽ എത്ര സലാം പറയുന്നേ? 4 സലാം പറയുന്നത്. ഒന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരിട്ട് പറയാം, അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാരത്തിൽ നബിക്ക് സലാം പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം ശരിയാവത്തില്ല, നബിക്ക് നേരിട്ട് പറയുകയും വേണം. അതേസമയം വേറെ ആർക്കെങ്കിലും നമ്മൾ സലാം പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും, അല്ലേ? അതേപോലെ നിസ്കാരത്തിൽ 2ാമത്തെ സലാം എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വേറെ സലാമുണ്ട്. അപ്പൊ ഞാൻ മൊത്തത്തിൽ നിസ്കാരത്തിൽ എത്ര സലാം ഉണ്ടെന്ന് പറഞ്ഞാൽ 4 സലാം. 2ാമത്തെ സലാം എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അത്തഹിയ്യാത്തിൽ വരുന്നതാണ്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നുള്ള സലാം എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഈ നമ്മുടെ വീട്ടിലോട്ട് വന്ന് കയറുക, ആ വീട്ടിൽ ഒരാളുണ്ടെങ്കിൽ ആ വീട്ടിലോട്ട് പ്രവേശിക്കുമ്പോൾ വീട്ടുകാർക്ക് സലാം പറഞ്ഞാൽ പ്രവേശിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആരുമില്ല, അപ്പൊ വിജനമായി കിടക്കുന്ന വീടാണ്. അപ്പോഴും നമ്മൾ എന്ത് പറയണം? ഈ സലാം പറയണം, നമ്മുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയുള്ള സലാം. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അതായത് ആ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് സലാം പറയുന്ന സലാമാണത്. മനസ്സിലായി? അതിപ്പോ നമ്മൾ കാണാത്ത
ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുനിന്നുണ്ട്. മനസ്സിലായോ? ഒമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞു. അല്ലാഹു തആല ആദ്യമേ സൃഷ്ടിച്ച ജിന്ന് വർഗത്തെയാണ്, പിന്നെയാണ് മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുന്നത്. അപ്പൊ ജിന്നി വർഗവും ഭൂമിയിലുണ്ട്. അപ്പൊ അവര് നല്ലവരൊക്കെ സലാം പറയണം. ഈ മോശം ആളുകൾക്ക് സലാം പറയുന്നത് ഇഷ്ടമല്ല, അവർ ആ ഭവനങ്ങളിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ടാണ് ഈ സലാം പറഞ്ഞു കയറിയാൽ മോശപ്പെട്ട ജിന്നി വിഭാഗത്തിൽപ്പെട്ടവരുടെ ഷറുകളൊക്കെ നമുക്ക് ഒഴിവാകും. ഞാൻ മറ്റൊരു കാര്യം ഉസ്താദിനെ ചോദിച്ചോട്ടെ, ബലിപെരുന്നാളായിരുന്നല്ലോ. ഇപ്പൊ എനിക്കൊരു സംശയം, അത് ബലിപെരുന്നാളെന്നും ആളുകൾ പറയുന്നുണ്ട്, വലിയ പെരുന്നാളെന്നും പറയുന്നുണ്ട്. അതിൽ ഏതാ ശരി? ഞാൻ ഇതങ്ങ് പറഞ്ഞു തീർത്തോട്ടെ ഒരു വിഷയം കൂടെ. അതായത് അപ്പൊ രണ്ട് സലാമേ ആയിട്ടോ. അസ്സലാമു അലൈന, അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈന വഅലാ ഇബാദി. ഇനി പറയുന്ന മൂന്നാമത്തെ സലാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, നിസ്കാരത്തിന്റെ 13ാമത്തെ ഫർളായ സലാം. പിന്നെ അടുത്ത സലാം ഇടത്തോട്ട് പറയും, അസ്സലാമു അലൈക്കും. അപ്പൊ 4ാമത്തെ സലാം. അപ്പൊ 4 സലാം ഉണ്ടെന്ന് നിസ്കാരത്തെ മനസ്സിലാക്കാം. ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ ഇപ്പൊ അത് ഷബീർ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി. അതായത് ബലി പെരുന്നാളും വലിയ പെരുന്നാളും. വലിയ പെരുന്നാൾ നമ്മുടെ നാടൻ ഭാഷ വന്നതാ. ബലി പെരുന്നാൾ ബലി പെരുന്നാളെന്നാ. ബലി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ആളുകൾ പറഞ്ഞു വലിയ പെരുന്നാൾ. വലിയ പെരുന്നാൾ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞുണ്ടാക്കിയതാ. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നതാ. അതിനകത്തൊന്നും വലിയ സംഭവം പെരുന്നാളായതുകൊണ്ട് അതിന്റെ സംശയം. ബലി പെരുന്നാൾ എന്ന് പറയുന്നത് നമ്മള് ബലിദാനം നടത്തല്ലോ, ഉദ്ഹിയ്യ നടത്തത്തില്ല. ഉദ്ഹിയ്യ നടത്തല് ഇബ്രാഹിം നബി, അതൊക്കെ വലിയ ചരിത്രങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്മായിൽ നബിക്ക് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ അല്ലാഹു കൽപ്പിക്കുന്നതും, അതിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സന്നദ്ധനായി മുന്നോട്ട് വന്നപ്പം ആ സന്നദ്ധനാകുന്നോ എന്ന് നോക്കാനാണല്ലോ അള്ളാഹു നോക്കിയത്. അവിടെ ആ പരീക്ഷയിൽ വിജയിച്ചപ്പോൾ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഒരു ആടിനെ ഇറക്കി കൊടുത്തു. ആ ആടിനെ അറുത്താൽ മതി, മകനെ അറുക്കണ്ട എന്ന് പറഞ്ഞു. മനസ്സിലായി? ആ അറുപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. പിന്നെ ആടിനെ അറുത്തത്, ആടിനെ അറുക്കുന്നതിന് വേണം നമ്മൾ എന്തെങ്കിലും പോത്തിനെയൊക്കെ അറുത്ത് അതുപോലെ ഉലുഹിയൊക്കെ കൊടുക്കുന്നത്. മനസ്സിലായി? ആ കർമ്മത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? മുറുകെ പിടിച്ച്, അതായത് ജനങ്ങൾക്ക് ഒരുപാട് ഈ ഭക്ഷണം, അതായത് മാംസഭക്ഷണം കിട്ടാത്ത എത്രയോ പേർക്കുണ്ട്. അപ്പോൾ അവരുടെ വീടുകളിലൊക്കെ എത്തിച്ചു. അതൊക്കെ ഒരു നല്ലൊരു ആരാധനയുടെ ഭാഗമായ ഒരു ചടങ്ങാക്കി മാറ്റി. അതിൽ നിന്ന് ജനങ്ങൾ എന്ത് ചെയ്തു? ഇപ്പോൾ ചെറിയ പെരുന്നാളിന് എന്ത് ചെയ്തു? നമ്മൾ എല്ലാ വീടുകളിലും അരി എത്തിച്ചു. എത്തില്ലേ? ഇപ്പൊ മാംസം എത്തിച്ചു. അപ്പൊ എന്നതുപോലെ ഓരോ നല്ല കാര്യങ്ങളും ഇങ്ങനെ കൂട്ടായി ചെയ്യുന്നതിനൊരു പ്രേരണ ഇതുകൊണ്ട് അവസാനിപ്പിക്കണമെന്നല്ല. ഇനിയും നല്ല കാര്യങ്ങളിലേക്ക് ജനങ്ങൾ മുന്നോട്ട് വന്ന് ഇതേപോലെ കഷ്ടപ്പെടുന്നവർക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം പോലെ ത്യാഗം അനുഭവിക്കുന്നവർക്കും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനമാണ് ഈ പെരുന്നാൾ കൊണ്ടൊക്കെ നമുക്ക് നേടേണ്ടത്. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ എത്തുന്നുണ്ട്. അൽഹംദുലില്ലാ അത് എത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാ ഈ കൂട്ടായ്മയെ, നമ്മുടെ ഈ വന്ന ഈ ഇരുന്ന് സംസാരിച്ചതും അതൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ബന്ധങ്ങൾ അല്ലാഹു തആല സ്വർഗം വരെ എത്തിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.